ഹായ് നമസ്കാരം. ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2025 PSC നടത്തിയ എക്സാമുകളിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതായത് 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലേക്കായിട്ട് PSC നടത്തിയ എല്ലാ എക്സാമുകളിലും ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റിയെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, അതായത് IT ആക്ട് 2000 പ്രകാരം അനുവാദമുള്ള വ്യക്തി ആരാണ്? കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റിയെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം അനുവാദമുള്ള വ്യക്തി ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് കേന്ദ്ര സർക്കാർ കേട്ടോ. ആരാ? കേന്ദ്ര സർക്കാരാണ്. ഇനി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സണെ നിയമിക്കുന്നത് ആരാണ്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സണെ നിയമിക്കുന്നത് ആരായിരിക്കും? ഓപ്ഷൻ എ ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് കൂടി ആലോചിച്ചിട്ട് കേന്ദ്ര സർക്കാരാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സണെ നിയമിക്കുന്നത്. ഓർത്തു വെച്ചോളൂ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് കൂടി ആലോചിച്ചതിന് ശേഷം ആരാ നിയമിക്കുന്നത്? കേന്ദ്ര സർക്കാരാണ്. ആരെ നിയമിക്കുന്നത്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സണെ നിയമിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്തെ സംരക്ഷിത വനഭൂമിയായിട്ട് പ്രഖ്യാപിക്കുവാന് അധികാരമുള്ളത് ആർക്കാണ്? ഏതെങ്കിലും ഒരു സ്ഥലത്തെ സംരക്ഷിത വനഭൂമിയായിട്ട് പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ആർക്കാ? ഓപ്ഷൻ ബി ആണ് സംസ്ഥാന സർക്കാരിന് കേട്ടോ. ആർക്കാ? സംസ്ഥാന സർക്കാരിനാണ്. നാലാമത്തെ ചോദ്യം: ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രാഷ്ട്രം പ്രകൃതിയെ സംരക്ഷിക്കാനും മെച്ചപ്പെടുത്തുവാനും അതുപോലെ വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുവാനും ഉത്തരവാദിത്വമുള്ളവർ ആകുന്നത്? ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ് രാഷ്ട്രം പ്രകൃതിയെ സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും അതുപോലെ വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കാനും ഉത്തരവാദിത്തമുള്ളവരായിട്ട് മാറുന്നത്? ഏതാ? ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 48A പ്രകാരമാണ്. ആർട്ടിക്കിൾ 48Aയിലാണ് എന്ത് പറയുന്നത്? പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് അല്ലെങ്കിൽ വന സംരക്ഷണത്തെ കുറിച്ചൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 48A ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ 7ാമത്തെ പട്ടിക? ഓപ്ഷൻ ബി ആണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമായിട്ട് നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെ കുറിച്ച് പരാമർശിക്കുന്നു, അല്ലെങ്കിൽ ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന പട്ടികയാണ് ഇത് 7ാമത്തെ പട്ടിക എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താ? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ചോദിച്ചാൽ എന്താ? ഓപ്ഷൻ സി ആണ്. ഗണതന്ത്ര മണ്ഡപമായിട്ട്. എന്താ? ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ചോദിച്ചാൽ എന്താ? ഗണതന്ത്ര മണ്ഡപമാണ്. ഇനി അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്. 51(4) ആട്ടോ. ആർട്ടിക്കിൾ 51(4) ഇനി രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 97 ആണ്. ഇനി തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ്. അത് നമ്മൾ വായിക്കുന്നില്ല. ബാക്കി ശരിയായതൊക്കെ പഠിച്ചു വെക്കാം. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. എന്താ സഞ്ചിത നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൺസോളിഡേറ്റഡ് ഫണ്ട് കേട്ടോ. എന്താ? കൺസോളിഡേറ്റഡ് ഫണ്ട് കേട്ടോ. ഗവർണറും അവരുടെ ശമ്പളവും ഭത്തവും ഒക്കെ ഏതിൽ ഉൾപ്പെട്ടതാ? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ഉൾപ്പെട്ടതാണ്.
പിന്നെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് വഴിയാണ് തീരുമാനിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം ആരാ തീരുമാനിക്കുന്നത്? പാർലമെന്റ് വഴിയാണ്. നിയമസഭയിലെ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ ഒരു അവിമുക്ത നിർധനായിരിക്കുവാൻ പാടില്ല. നിയമസഭയിലെ അംഗമായിട്ട് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അവിമുക്ത നിർധനായിരിക്കുവാൻ പാടില്ല. ബാക്കി ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്, പഠിക്കുന്നില്ല. ഇനി വിവരാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ്? വിവരാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയാ? മുഖ്യ വിവരാവകാശ കമ്മീഷൻ, അതുപോലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, പിന്നെ സെക്രട്ടറി, ഒരു നിയമ വിദഗ്ധൻ, പിന്നെ ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. പഠിച്ചു വെക്കുക. വിവരാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയാന്ന് ചോദിച്ചാൽ ആദ്യം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, പിന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, പിന്നെ സെക്രട്ടറി, നിയമ വിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ഇതെനിക്കൊന്ന് പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് OAക്ക് വേണ്ടിയിട്ട് നടത്തിയ പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇനി സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മക്കായിട്ട് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാം? സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്തിട്ട് പൊതു നന്മക്കായിട്ട് വിതരണം ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 39 ബി ആണ്. അനുച്ഛേദം 39 ബി എന്താ പറയുന്നത്? സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്തിട്ട് അത് പൊതു നന്മക്കായിട്ട് വിതരണം ചെയ്യാം. ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 39 ബി ആണ്. ഇനി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ഏത് സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കാത്തത്? തന്നിരിക്കുന്നതിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഏത് സവിശേഷതയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കാത്തത്? ഏതാണ്? സ്വീകരിക്കാത്തത് മതിയെ. എന്താ? പാർലമെന്ററി സംവിധാനം സ്വീകരിച്ചിട്ടുണ്ട്, ഡ്യുവൽ എക്സിക്യൂട്ടീവ് സ്വീകരിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് ഡ്യുവൽ ഫോം സ്വീകരിച്ചിട്ടുണ്ട്, പ്ലൂറൽ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്തിട്ടില്ല? സ്വീകരിച്ചിട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ പാർലമെന്ററി സംവിധാനം, ഡ്യുവൽ എക്സിക്യൂട്ടീവ്, ഗവൺമെന്റിന്റെ ഡ്യുവൽ ഫോം ഒക്കെ 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് സ്വീകരിച്ചതാണ്. അപ്പോൾ മറ്റ് പ്ലൂറൽ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്തിട്ടില്ല? സ്വീകരിച്ചിട്ടില്ല. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്. സച്ചിദാനന്ദ സിൻഹ. ആരാ? സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഇനി താഴെ പറയുന്നവയിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തത്? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണ്? സ്റ്റെഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, പെട്രിക് ലോറൻസ്, ഇവരൊക്കെ എന്തായിരുന്നു? ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്ന. ആരൊക്കെയാ? സ്റ്റെഫോർഡ് ക്രിപ്സ്, പെട്രിക് ലോറൻസ്, AV അലക്സാണ്ടർ. വില്യം ബെന്റിക് എന്തല്ല? ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്നില്ല. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം കൃത്യമായിട്ട് പ്രതിനിധീകരിക്കുന്നത്? അതായത് എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്, എത്ര ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, എത്ര ജില്ലാ പഞ്ചായത്തുണ്ട്, എത്ര മുനിസിപ്പാലിറ്റികളുണ്ട്, അതുപോലെ എത്ര കോർപ്പറേഷനുകളുണ്ട്? എത്ര ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്? 941 ഗ്രാമപഞ്ചായത്തുകളാണ്. അതുപോലെ 152 ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ 14 ജില്ലാ പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 മുനിസിപ്പൽ കോർപ്പറേഷൻ. അല്ലെ? ഒന്നുകൂടി പറയാം. 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷനുകൾ. ഇനി മുനിസിപ്പാലിറ്റികളുടെ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന 12ാം ഷെഡ്യൂള് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 12ാമത്തെ ഷെഡ്യൂൾ. മുനിസിപ്പാലിറ്റികളുടെ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന 12ാമത്തെ ഷെഡ്യൂള് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാട്ടോ. ഏതാ? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. ഇനി ഇന്ത്യയിലെ വികേന്ദ്രീകൃത ഗവൺമെന്റിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇന്ത്യയിലെ വികേന്ദ്രീകൃത ഗവൺമെന്റിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്ന്, ഓരോ 5 വർഷത്തിലും നിർബന്ധിത തെരഞ്ഞെടുപ്പ്. അതായത് നമ്മുടെ പഞ്ചായത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 5 വർഷത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്? സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. എത്രയാ? കേരളത്തിൽ സ്ത്രീ സംവരണം എന്ന് പറയുന്നത് 50% സീറ്റ് സംവരണമാണ്. ഇനി വികസന പദ്ധതികളും കേന്ദ്രീകൃത ആസൂത്രണവും നടപ്പാക്കുന്നില്ലേ? നമ്മളെ ഗ്രാമസഭയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വികസന പദ്ധതികളും അതുപോലെ ആസൂത്രണമൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. പൗരപങ്കാളിത്തത്തിനായിട്ട് ഗ്രാമസഭയുടെ വ്യവസ്ഥ. പൗരപങ്കാളിത്തത്തിനായിട്ട് ഗ്രാമസഭയുടെ വ്യവസ്ഥ എന്നുള്ളത് തെറ്റാണ്. 1, 2, 3 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ.
ഇനി ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ ഈ ഗ്രാമ റിപ്പബ്ലിക്കുകൾ ഇന്ത്യയുടെ നാശമാണെന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാം? എന്താ പറഞ്ഞത്? ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ ഒരാൾ പറഞ്ഞതാണ് ഈ ഗ്രാമ റിപ്പബ്ലിക്കുകൾ ഇന്ത്യയുടെ നാശമാണെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞത് ആരായിരുന്നു അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആട്ടോ. അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അപ്പോൾ പഞ്ചായത്ത് രാജിനെ എതിർത്ത വ്യക്തി ചോദിച്ചാൽ ആരാ? നമ്മുടെ ബി ആർ അംബേദ്കർ ആണെന്ന കാര്യം ഓർത്തു വെച്ചാൽ മതി. എന്താ പറഞ്ഞത്? ഗ്രാമ റിപ്പബ്ലിക്കുകൾ ഇന്ത്യയുടെ നാശമാണെന്ന് ഞാൻ കരുതുന്നു. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചത്? ഇന്ത്യയിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചത്? ഏതിന്റെ അടിസ്ഥാനത്തിലാ? 11ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചത്. ഏതാ? 11ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ഇനി ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നിയമം ഏതാ? പോക്സോ അല്ലെ. പോക്സോ 2012 നിലവിൽ വന്നത് ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത്? ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പോക്സോ ആക്ട് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പോക്സോ ആക്ട് നിലവിൽ വരാനുള്ള കാരണം? ഏതാ? ആർട്ടിക്കിൾ 15(3) പ്രകാരമാട്ടോ. ഏതാ? ആർട്ടിക്കിൾ 15(3) പ്രകാരമാണ് എന്ത് ചെയ്തത്? പോക്സോ ആക്ട് നിലവിൽ വന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏത്? ആർട്ടിക്കിൾ 15 ആട്ടോ. അപ്പോൾ പോക്സോ ആക്ട് നിലവിൽ വന്ന ആർട്ടിക്കിൾ ചോദിച്ചാലും ഏത് തന്നെയാ? 15(3). ആർട്ടിക്കിൾ 15(3) പിൻബലത്തോടെയാണ് ഇന്ത്യയിൽ 2012 പോക്സോ ആക്ട് നിലവിൽ വന്നത്. ഇനി എൽ ചന്ദ്രകുമാർ കേസ് 1997 സ്ഥാപിച്ച വിധി ഏതാ? എൽ ചന്ദ്രകുമാർ കേസ് 1997 സ്ഥാപിച്ച വിധി ഏതാ? ഒന്നെന്താ പറയുന്നത്? ട്രിബ്യൂണലുകൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും പകരമല്ല, എന്നാൽ അവയുടെ പ്രവർത്തനങ്ങൾ അനുബന്ധമാണ്. 2, ട്രിബ്യൂണലുകളുടെ തീരുമാനങ്ങൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ്. ഇത് ആർട്ടിക്കിൾ 323A 323Bയുടെ സാധുത സ്ഥാപിച്ചു. അപ്പോൾ എൽ ചന്ദ്രകുമാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നുള്ള കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ഇതിൽ ശരിയായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ട്രിബ്യൂണലുകൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പകരമല്ല, എന്നാൽ അവയുടെ പ്രവർത്തനങ്ങൾ അനുബന്ധമാണ്. ട്രിബ്യൂണലുകളുടെ തീരുമാനങ്ങൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ്. ഇത് ആർട്ടിക്കിൾ 323A 323Bയുടെ സാധുത സ്ഥാപിച്ചു. 3 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ ഇനിയും വരുന്ന പരീക്ഷകളിൽ ചിലപ്പോൾ ചോദിക്കാം. തന്നിരിക്കുന്നതിൽ എൽ ചന്ദ്രകുമാർ കേസ് നടന്ന വർഷം ചോദിക്കാം. ഏത്? 1997. അതുമായി ബന്ധപ്പെട്ട വിധിയും ചോദിക്കാം. ഇത് 3 ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. ഇനി ഒരു ഇന്റീരിയർ കോടതിയുടെ ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ശേഷിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയുടെയോ രേഖകൾ ആവശ്യപ്പെടുന്നതിനുള്ള ഒരു സുപ്പീരിയർ കോടതിയുടെ ഒരു പ്രത്യേക റിട്ട് ഏതാണ്? നമ്മുടെ ഭരണഘടനയിൽ 5 തരം റിട്ടുകൾ പറയുന്നുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇതാണ്: ഒരു ഇന്റീരിയർ കോടതിയുടെ ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ശേഷിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയുടെയോ രേഖകൾ ആവശ്യപ്പെടുന്നതിനുള്ള ഒരു സുപ്പീരിയർ കോടതിയുടെ ഒരു പ്രത്യേക റിട്ട് ഏതാ? സെർച്യോററി ആട്ടോ. ഏതാ? സെർച്യോററി അല്ലെങ്കിൽ സെർഷ്യോററി എന്നും പറയാറുണ്ട്. ഏതാ? സെർഷ്യോററി ആണ്. എന്താ സെർഷ്യോററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന ഒരു റിട്ടാണ് ഇത് സെർഷ്യോററി അല്ലെ. ടു സർട്ടിഫൈ സാക്ഷ്യപ്പെടുത്തുക, അതുപോലെ വിവരം നൽകുക, ടു ഇൻഫേം, ഇങ്ങനെയൊക്കെ അർത്ഥം വരുന്ന റിട്ടാണ് ഇത് സെർഷ്യോററി എന്ന കാര്യം ഓർത്തു നോക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 315 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആർട്ടിക്കിൾ 315 ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ആർട്ടിക്കിൾ 315 അല്ലെ, അഖിലേന്ത്യാ സർവീസ് അതല്ലേ 315 എന്ന് പറയുന്നത് അല്ലെ. സോറി, അഖിലേന്ത്യാ സർവീസ് 312 കേട്ടോ. അഖിലേന്ത്യാ സർവീസ് 312 ആണ്. 315 PSCകളെ കുറിച്ച് പറയും അല്ലെ. PSC സംബന്ധിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 315. എന്തൊക്കെയാ? യൂണിയന് വേണ്ടി ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം. യൂണിയന് വേണ്ടിയിട്ട് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം. ശരിയാണ്. 2 അതിലധികമോ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പിനായിട്ടൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് സമ്മതിച്ചേക്കാം. പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു അംഗം 6 വർഷത്തേക്ക് അധികാരത്തിലായിരിക്കും.
മൂന്നും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും അതുപോലെ UPSC കുറിച്ചൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 315. അഖിലേന്ത്യാ സർവീസ് ആണെങ്കിൽ അത് 312 ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകൾ പഠിച്ചു വെക്കുക. യൂണിയന് വേണ്ടിയിട്ട് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം. അതായത് UPSC ആണ് നിലവിലുള്ളത് അല്ലെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ 315 ആണ്. ഇനി സംസ്ഥാന PSC ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാലും ഇത് തന്നെയാ 315 തന്നെയാണ്. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പിനായിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയും. 2 സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിൽ അതിനെ ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് പറയാറ്. അതുണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ആർട്ടിക്കിൾ 315 ഇനി കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ എത്രയാ? 6 വർഷത്തേക്കാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ 104 ഭേദഗതി അവതരിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതൊക്കെയാന്ന് കണ്ടെത്തുക. 104 ഭരണഘടന അമെൻമെന്റ് അല്ലെ, അമെൻമെന്റുമായി ബന്ധപ്പെട്ടിട്ട് 104 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതൊക്കെയാന്ന് കണ്ടെത്തുക. ഏതൊക്കെയാ? 1, പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും SC/ST സംവരണ സീറ്റുകളുടെ സമയപരിധി നീട്ടി. SC/ST സംവരണ സീറ്റുകളുടെ സമയപരിധി നീട്ടി. അതെന്താണ്? ശരിയാണ്. EWSനുള്ള സംവരണം 104 പറയുന്നില്ല. പിന്നെ ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റികളുടെ സംവരണ സീറ്റുകൾ നീക്കം ചെയ്തതും ഏതാ? ആർട്ടിക്കിൾ 104 പ്രകാരമാണ്. അപ്പൊ 2 കാര്യം ഓർത്തു നോക്കുക. സംസ്ഥാന നിയമസഭകളിലെയും പാർലമെന്റിലെയും SC/ST സംവരണ സീറ്റുകളെ സമയപരിധി നീട്ടിയ ഭേദഗതി ചോദിച്ചാൽ ഏതാ? 104 ഭേദഗതിയാണ്. അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതും നിർത്തലാക്കിയതും ഏത് തന്നെയാ? ആർട്ടിക്കിൾ തന്നെ പറഞ്ഞു 104 ഭേദഗതി പ്രകാരമാണ്. ഇനി താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏത് എക്സാമിനും ചോദിക്കുന്ന ഒരു കാര്യം അല്ലെ. ഏതായിരിക്കും? സ്വത്തന്നെയായിരിക്കും എല്ലാത്തിലും ഉണ്ടാകുന്നത്. തന്നിരിക്കുന്നതിൽ മൗലിക അവകാശം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഏതാ? സ്വത്തവകാശമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഇവിടെ അത് തന്നെയാണ്. തന്നിരിക്കുന്നതിൽ സ്വത്തവകാശമാണ് ഇത് മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്തത്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക കടമകൾ എവിടുന്നാ കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ അല്ലെ. മൗലിക അവകാശമാണെങ്കിലോ അത് അമേരിക്ക. ഇനി താഴെ പറയുന്നവരിൽ ഇന്ത്യൻ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റാണ് വേണ്ടത്. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ്. തെറ്റ്. എത്ര സെക്കൻഡാ? 52 സെക്കൻഡ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് മാലിനി ചൗധരിയാണ്. ആണോ? അതെന്താ? അതും തെറ്റല്ലേ? ആരായിരുന്നു 1911 കൊൽക്കത്ത സെഷനിൽ ആദ്യമായിട്ട് പാടിയത്? സരളാദേവി ചൗധറാണി അല്ലെ. സരളാദേവി ചൗധറാണിയാണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? മാലിനി ചൗധരി എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ആരാ? സരളാദേവി ചൗധറാണി. ഇനി നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണോ? ആരാ ദേശീയ ഗാനം രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ അല്ലെ. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഏത് രചിച്ചത്? ദേശീയ ഗാനം രചിച്ചത്. അപ്പോൾ ഈ 3 പ്രസ്താവനകൾ എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതാരാ? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതാരാ? രാഷ്ട്രപതി അല്ല. ആരാ? രാഷ്ട്രപതിയാണ്. ഇനി താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്താ? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. രണ്ടാമത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ആണ്. ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പൊ 3 പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കും അല്ലെ. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്തത്? രൂപം കൊണ്ടത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 അല്ല 70 വയസ്സാണ്. 65 അല്ല 70 വയസ്സാണ്. ഇനി മൂന്നാമത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ തന്നെയാ? ന്യൂഡൽഹിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ.
ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ചില വകുപ്പുകളും അവയുടെ വിതരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. അതായത് ആർട്ടിക്കിളും അതിന്റെ ഏതാന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി കേട്ടോ. ഒന്നാമത്തെ എന്താ? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. 2 ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം. 3 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 4 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് അല്ലേ? തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഇതാ തൊട്ടുകൂടായ്മ നിർത്തലാക്കിയത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മഹാത്മാഗാന്ധി കീ ജയ് എന്നൊക്കെ പറഞ്ഞിട്ട് പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17. ഇനി ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 21 അല്ലെ? ജീവിക്കാനും അതേപോലെ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എന്ന് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 21. അതുപോലെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ചോദിച്ചാലും ഏതാ? ആർട്ടിക്കിൾ 21. ഇനി വേറെന്താ? മൂന്നാമത്തെ എന്താ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അല്ലെ? ഏതാ? ആർട്ടിക്കിൾ 21A അല്ലെ? ആർട്ടിക്കിൾ 21 വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഇനി എന്താ? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അപ്പോ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 17, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 32 ഇനി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. ഇനി പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായിട്ട് നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായിട്ട് നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് മാൻഡമസ്. മാൻഡമസ് അല്ലെ? നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് ഏത്? മാൻഡമസ്. അതുപോലെ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ പൊതു സ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ചോദിച്ചാലും ഏതാ? മാൻഡമസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എതിരായിക്കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഒരു സ്ഥാപനത്തെ നിർബന്ധിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റൂല? മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എതിരായിക്കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? നിർബന്ധിച്ചുകൊണ്ട് മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. അതുപോലെ സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രപതി, ഗവർണർ, പാർലമെന്റ് തുടങ്ങിയവയ്ക്കെതിരായിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്നും കൂടി ഓർത്തു വെക്കാം. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാ? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ചോദിച്ചാൽ ആരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ദേശീയ ഗാനമാണെങ്കിൽ ആരാ? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 22 ഭാഷകളാണ്. ഇനി മണി ബില്ലിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ മണി ബില്ലിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാന്ന് നൽകുക. ടാക്സിനെ നിയന്ത്രിക്കുന്നത് മണി ബില്ലിൽ പറയുന്നതാണ്. ഫൈന് നൽകുക എന്ന് എന്തില്ല? മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നികുതിയെ മാറ്റുക, ടാക്സ് ഇല്ലാതാക്കുക, ഇതൊക്കെ എന്തുണ്ട്? നമ്മൾ മണി ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഫൈന് നൽകുക എന്നുള്ളത് എന്താണ്? മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഏത് റിട്ടാണ് ഒരു താഴെ തട്ടിലുള്ള കോടതിയോ ട്രിബ്യൂണലോ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമോ പ്രസ്താവിച്ച ഓർഡറിനെ അസാധുവാക്കാൻ ഉപയോഗിക്കുന്ന റിട്ട് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏത് റിട്ട് അനുസരിച്ചിട്ടാണ് ഒരു കോടതി അല്ലെങ്കിൽ ഒരു ട്രിബ്യൂണൽ അല്ലെങ്കിൽ ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം പ്രസ്താവിച്ച ഒരു ഓർഡറിനെ അസാധുവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിട്ട് ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ? ഓപ്ഷൻ സി ആണ് സെർഷ്യൂററി ആട്ടോ. ഏതാ? സെർഷ്യൂററി ആണ്. ഓർത്തു നോക്കുക. ഏതെങ്കിലും ഒരു കോടതി അല്ലെങ്കിൽ ട്രിബ്യൂണൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ പ്രസ്താവിച്ച ഒരു ഓർഡറിനെ അസാധുവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിട്ട് ചോദിച്ചാൽ ഏതാ? സെർഷ്യൂററി ആണ്. അപ്പോൾ മേൽക്കോടതിയുടെ വിലയിരുത്തലിനായിട്ട് നമുക്കറിയാം 2 കോടതികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കുള്ളൂ. ഒന്ന് ഹൈക്കോടതിക്കും ഒന്ന് സുപ്രീം കോടതിക്കുമാണ്. അപ്പോൾ ഈ 2 കോടതികളുടെ വിലയിരുത്തലിനായിട്ട്
കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസിന്റെ നടപടി രേഖകൾ വിട്ടു നൽകാനായിട്ടും എന്ത് ഉപയോഗിക്കാറുണ്ട്? സെർച്ച്യോററി റിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും സെർച്ച്യോററി റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. ഇനി താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഏത് ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഏത് ക്രമത്തിലാണ് നൽകിയിരിക്കുന്നത്? ആദ്യം ഏതാ വരുന്നത്? സാഹോദര്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, പരമാധികാരമുണ്ട്, സമത്വമുണ്ട് അല്ലെ? ഇതിൽ ആദ്യം വരുന്നത് പരമാധികാരം. രണ്ടാമതായിട്ട് ഏതായിരിക്കും വരുന്നത്? സ്വാതന്ത്ര്യം അല്ലെ? രണ്ടാമതായിട്ട് സ്വാതന്ത്ര്യം വരും. മൂന്നാമത്തെ സ്വാതന്ത്ര്യം, സമത്വം അല്ലെ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അങ്ങനെയല്ലേ പറയുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എങ്ങനെയാ പ്രതിപാദിക്കുന്നത്? ആദ്യം വരുന്നത് പരമാധികാരം, 2 സ്വാതന്ത്ര്യം, പിന്നെ സമത്വം, 3 സാഹോദര്യം. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ചുവടെ തന്നിരിക്കുന്നു ചേരുംപടി ചേർക്കുക. അപ്പൊ മൗലിക അവകാശങ്ങൾ അവരുടെ ആർട്ടിക്കിൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെ. ഒന്നാമത്തെ എന്താ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് മുതൽ ഏത് വരെയാ? ആർട്ടിക്കിള് 19 മുതൽ 22 വരെ അല്ലെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ഭാഗത്ത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ അല്ലെ. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. പിന്നെ സമത്വത്തിനുള്ള അവകാശമാണെങ്കിൽ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ ഏതാ? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഇനി ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണെങ്കിൽ ആർട്ടിക്കിൾ 23ഉം 24 അല്ലെ. ആർട്ടിക്കിൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണെങ്കിൽ ആർട്ടിക്കിൾ 23ഉം 24ഉമാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ ഏതാ? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ഇനി സമത്വത്തിനുള്ള അവകാശമാണെങ്കിൽ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണെങ്കിൽ എത്ര? ആർട്ടിക്കിൾ 23ഉം 24ഉം. ഒന്നുകൂടി പറയാം. ആദ്യം വരുന്നത് ഏതാ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഏതാ? ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. 3 ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23ഉം 24ഉം. നാലാമത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. അഞ്ചാമത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. ആറാമത്തത് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. അങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ നമുക്കുള്ളത്. ഇനി ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഓപ്ഷൻ ഡി ആണ്, പിംഗളി വെങ്കയ്യയാണ്. ഇനി 40ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് അല്ലെങ്കിൽ മൗലിക കടമകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെ. ഒന്നാമത്തെ എന്താ? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക നമ്മുടെ മൗലിക കടമയാണ്. 2 ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക നമ്മുടെ കടമയാണ്. ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അതും എന്താണ്? നമുക്ക് മൗലിക കടമകളിൽ ഉൾപ്പെട്ടതാണ്. അപ്പൊ 3 എന്താണ്? മൗലിക കടമകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയാണ് അല്ലെങ്കിൽ മൗലിക കടമയിൽ ഉൾപ്പെട്ടതാണ്. എത്ര മൗലിക കടമകളാണ് നമുക്ക്? 11 മൗലിക കടമകളാണ് നമുക്കുള്ളത് കേട്ടോ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നതാരാം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നതാരാം? രാഷ്ട്രപതിയാണ്. ഇനി താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നെന്താ? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് ഇത് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതാരാം? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സ് തെറ്റാണ്. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായമാണ് ഇത് 70 വയസ്സെന്ന് പറയുന്നത്. വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ എത്രയായിരിക്കും? വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം എടുത്തു പറയുന്നില്ല, പക്ഷെ അവരുടെ ഓഫീസിൽ അവർക്ക് 3 വർഷത്തെ കാലാവധിയേ ഉള്ളൂ എന്നാണ്
2019 അമെൻഡ് പ്രകാരം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനും പാടില്ല, അവരുടെ വയസ്സ് 65 കഴിയാനും പാടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ വയസ്സെടുത്ത് പറയുന്നില്ല വിജ്ഞാപനത്തിൽ. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് ഓഫീസ് കാലാവധി 3 വർഷം എന്നേ പറയുന്നുള്ളൂ. അത് 65 വയസ്സിൽ കൂടാനും പാടില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ആന്ധ്ര അല്ലെ? ആന്ധ്ര ആണ് ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ അല്ലെ? ഓപ്ഷൻ ബി സുകുമാർ സെൻ ആണ്. ഇനി അന്യായമായിട്ട് ഒരാളെ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കാനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കാനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ഹേബിയസ് കോർപ്പസ്. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക അല്ലെ? ഹേബിയസ് കോർപ്പസ്. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാ? ഓപ്ഷൻ ഡി ആണ് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകൾ ആരൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ആരൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകൾ എന്ന് കണ്ടുപിടിക്കുക. 1 അമ്മു സ്വാമിനാഥൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു. ദാക്ഷായണി വേലായുധൻ അംഗമായിരുന്നു. രാജ്കുമാരി അമൃത് കൗർ അംഗമായിരുന്നു. സരോജിനി നായിഡു എന്തായിരുന്നു? അംഗമായിരുന്നു. 4 പേരും എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകളാണ്. ഇനി മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാ? 1 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു. അപ്പൊ ഇതെന്താണ്? ശരിയാണ് അല്ലെ? ഭരണഘടന എന്നാ നിലവിൽ വരുന്നത്? 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത് അല്ലെ? ആ സമയത്ത് എന്തായിരുന്നില്ല? ഭരണഘടനയിൽ മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാ കൂട്ടിച്ചേർക്കുന്നത്? 1976 42 ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ എന്ത് ചെയ്യുന്നത്? ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ ഏതാ? 42 ഭേദഗതിയാണ്. വർഷം 1976. ഇനി മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ ഏതാ? അത് 1977 ജനുവരി 3 1977 ജനുവരി 3 രണ്ടാമത്തത് സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്. ഇത് ശരിയാണോ? ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തെന്ന് ചോദിച്ചാൽ ഏതാ? സ്വരൺ സിംഗ് കമ്മിറ്റി. ഏതാ? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത കമ്മിറ്റി ചോദിച്ചാൽ ഏതാ? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇനി 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തു. അതായത് മൗലിക കടമകൾ നിലവിൽ വരുന്ന സമയത്ത് എത്രയായിരുന്നു? 10 മൗലിക കടമകളായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ എത്രയാ? 10 എന്നാൽ നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളാണ് നിലവിലുള്ളത്. 11ാമത്തെ മൗലിക കടമ ചോദിച്ചിട്ടുണ്ട് PSC. എന്താ? ഓരോ രക്ഷിതാവും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് പറയുന്നതാണ് നിലവിൽ 11ാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതൊക്കെയാണ്? 1 ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഏത് എഴുതിയത്? ദേശീയ ഗീതം എഴുതിയത്. ശരിയാണ്. ഹിന്ദി ഭാഷ തെറ്റാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുമുള്ളത്. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇതിൽ ഏത് മാത്രമേ തെറ്റുള്ളൂ? ഭാഷ മാത്രമേ തെറ്റുള്ളൂ അല്ലെ? ദേശീയ ഗാനമാണെങ്കിലും ദേശീയ ഗീതമാണെങ്കിലും ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി ഭാഷയാട്ടെ. ഏതാ? ബംഗാളി ഭാഷയാണ്. ദേശീയ ഗാനം രചിച്ച ഭാഷ ചോദിച്ചാലും ദേശീയ ഗീതം രചിച്ച ഭാഷ ചോദിച്ചാലും ഏതാ? ബംഗാളി ഭാഷയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട്
ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ശരിയാണ്. ആദ്യ ചെയർമാൻ ആരാ? രംഗനാഥ് മിശ്രയാണ്. 1993 ഡിസംബർ 10 ആദ്യത്തെ കമ്മീഷൻ നിലവിൽ വന്നത്. ആണ് തെറ്റല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാ നിലവിൽ വരുന്നത്? 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് എന്നാന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ 12 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അതെന്താണ്? ശരിയാണ്. അപ്പോൾ 1, 2, 3, 4 ഇതിൽ ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ തെറ്റാണ്. വർഷം അതിൽ എന്താ തെറ്റുള്ളത്? മാസവും ഡേറ്റും തെറ്റാണ്. 1993 ഒക്ടോബർ 12 ആദ്യത്തെ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് എന്ത് ചെയ്യുന്നത്? മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് അല്ലെ. അതിൽ ഉൾപ്പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. ഒന്നെന്താ പറയുന്നത്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം പറയുന്നുണ്ട്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശമുണ്ട്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം കടത്തുന്നത് തെറ്റാണ്, നിരോധിച്ചിട്ടുണ്ട്. ശരിയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ഇതെന്താ തെറ്റ്? ഇത് തെറ്റാ. എന്തുകൊണ്ടാ തെറ്റാന്ന്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29, 30 അവിടെ പറയുന്നതാണ് ഇത്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 30 അത് എവിടെ വരുന്നതാ? സാംസ്കാരികം വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തിൽ വരുന്നതാണ്. മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏത് മുതലാ? 25 മുതൽ 28 വരെയാണ്. 52ാമത്തെ ചോദ്യം, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായിട്ടുള്ള വസ്തുതകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. 2. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. MKSS എന്നോ അല്ലെങ്കിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 ഇത് നിലവിൽ വന്നത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി ഗ്രാമസഭയുടെ കൺവീനർ ചോദിച്ചാൽ ആരാ? ഗ്രാമസഭയുടെ കൺവീനർ ആരാന്ന് ചോദിക്കാം. ആരാ? വാർഡ് മെമ്പർ ആട്ടോ. ഗ്രാമസഭയുടെ കൺവീനർ ചോദിച്ചാൽ ആരാ? വാർഡ് മെമ്പർ ആണ്. ഗ്രാമസഭയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ചോദിച്ചാൽ ആരാ? അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാ? അതും വാർഡ് മെമ്പർ ആണ്. ഗ്രാമസഭയുടെ കൺവീനർ ചോദിച്ചാൽ വാർഡ് മെമ്പർ ആണ്. എന്നാൽ ഗ്രാമസഭയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാ? അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തി BR അംബേദ്കർ ബന്ധമുണ്ട്, നെഹ്റു ബന്ധമുണ്ട്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയും ബന്ധമുണ്ട്. രാധാകൃഷ്ണൻ എന്തില്ല? ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധമില്ല. എന്നാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്തുണ്ട്? ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധമുണ്ട്. ഇനി ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ, എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ചോദിച്ചാൽ ആരാ? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി താഴെ തന്നിരിക്കുന്ന മൗലിക അവകാശങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? 1. സമത്വത്തിനുള്ള അവകാശം മൗലിക അവകാശമാണ്. സ്വത്ത് വാങ്ങാനുള്ള അവകാശം മൗലിക അവകാശമല്ല. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാം മൗലിക അവകാശമാണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 32 ശരിയാണ്. ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള അവകാശം, എന്ന് പറയുന്നത് എന്തല്ല? മൗലിക അവകാശമല്ല. ഇനി സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്താണ്? മൗലിക അവകാശമാണ്. അപ്പോൾ 1, 3, 4, 6 ഇതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇനി നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാനായിട്ട് സമീപിക്കേണ്ട കോടതി ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാനായിട്ട് സമീപിക്കേണ്ട കോടതി ചോദിച്ചാൽ ഏതാ? കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്ന് കേട്ടോ. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല?
കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ചോദിച്ചാൽ ഏതാ? നമ്മുടെ ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ചോദിച്ചാൽ ഏതാ? ഇന്ത്യയാണ്. ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയാണെങ്കിൽ ഏതാ? അമേരിക്കയാണ്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണെങ്കിലും ഇത് തന്നെയാ, അമേരിക്കയാണ്. ഇനി പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്താ? പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല ചോദിച്ചാൽ എന്താ? നിയമ നിർമ്മാണമാണ്. പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല ചോദിച്ചാൽ എന്താ? നിയമനിർമ്മാണമാണ്. ഇനി ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ചോദിച്ചാൽ ആരാ? രാജീവ് രഞ്ജൻ സിംഗ് കേട്ടോ. ആരാ? രാജീവ് രഞ്ജൻ സിംഗ് ആണ്. ഇനി ഇന്ത്യയുടെ പതാകയായിട്ട് ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് INC സമ്മേളനത്തിലാണ്? ഇന്ത്യയുടെ പതാകയായിട്ട് ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് INC സമ്മേളനത്തിൽ? ഓപ്ഷൻ ബി ആണ്, ലാഹോർ സമ്മേളനത്തിലാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നത്? തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാ പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? മൗലിക അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാ? ഭാഗം 3 ഭാഗം 3 മൗലിക അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയൊക്കെ തെറ്റാണ്. മൗലികാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? 3-ാം ഭാഗമാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത്? ഓപ്ഷൻ ബി ആണ്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാ? JP നദ്ദയാട്ടോ. ഓപ്ഷൻ ബി ആണ്, JP നദ്ദയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയില് ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 24 ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 24. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മയാണ് ഏത്? റഗ്മാർക്ക്. ഏതാ? റഗ്മാർക്ക് ആണ്. റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ ആരാ? കൈലാഷ് സത്യാർത്ഥിയാണ്. ഈ റഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന ഏതു പേരില്ല? ഗുഡ് വീവ് കേട്ടോ. ഏതാ? ഗുഡ് വീവ് ആണ്. ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? ജൂൺ 12 വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ചോദിച്ചാൽ ഏതാ? ജൂൺ 12 ആണ്. അപ്പോൾ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24 ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മയാണ് ഏത്? റഗ്മാർക്ക്. റഗ്മാർക്ക് ഇപ്പൊ അറിയപ്പെടുന്നത് ഏത് പേരില്ല? ഗുഡ് വീവ് എന്നാണ്. ഈ റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ ആരാ? കൈലാഷ് സത്യാർത്ഥിയാണ്. ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏത്? ജൂൺ 12. ഇനി ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ സമീപിക്കാവുന്ന കോടതി ഏതൊക്കെയാ? നമുക്കറിയാം, റിട്ട് പുറപ്പെടുവിക്കാൻ 2 കോടതികൾക്കാണ് അധികാരമുള്ളത്. ആർക്കൊക്കെയാ? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും. അപ്പം മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ചോദിച്ചാൽ ഏതൊക്കെയാ? സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ ഏറ്റവും അവസാനത്തെ ഭേദഗതി ഏതിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഓപ്ഷൻ ബി ആണ്, നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് ഏതാ? ഏറ്റവും അവസാനമായിട്ട് നടന്ന ഭേദഗതി ഏതാ? 106ാമത്തെ ഭരണഘടനാ ഭേദഗതി. അതിനൊരു പേരുണ്ട്, എന്താ? നാരി ശക്തൻ വന്ദൻ അധിനിയം എന്നാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ സി ആണ്, തൊട്ടുകൂടായ്മ നിർത്തലാക്കലും ഏതെങ്കിലും രൂപത്തിലുള്ള അതിന്റെ ആചാരം നിരോധിക്കലുമാണ്. തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക.
ഒന്ന് 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, ഇന്റഗ്രിറ്റി എന്നീ 4 പുതിയ വാക്കുകൾ കൂട്ടിച്ചേർത്തു. തെറ്റ്. 2 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്. ആമുഖം ശരിയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന നശിപ്പിക്കാതെ പാർലമെന്റിന് ആമുഖം ഭേദഗതി ചെയ്യാമെന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ എന്താ? തെറ്റാണ്. നമുക്കറിയാം ഏത് വർഷം ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത്? 1976 42ാം ഭേദഗതിയിലാണ് എന്ത് ചെയ്തത്? ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് അല്ലേ. ഇനി ആർട്ടിക്കിളാണ് ചോദിക്കുന്നതെങ്കിൽ 2ാമത്തെ വകുപ്പ് കേട്ടോ. വകുപ്പ് ചോദിച്ചാൽ 2ാം വകുപ്പ് 1976 42ാം ഭേദഗതിയിലൂടെ 2ാമത്തെ വകുപ്പിലാണ് ആമുഖത്തിൽ ഭേദഗതി ചെയ്തത്. എന്താണ് ചെയ്തത്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം എന്ത് ചെയ്തു? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കുകയാണ് ചെയ്തത്. അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ? തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ഒന്ന്, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ 6 വർഷത്തെ കാലാവധിയോ അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നതുവരെയോ ഏതാണോ നേരത്തെയുള്ളത്. 2, പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 3, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും തുല്യ അധികാരം തുല്യ ശമ്പളവും ലഭിക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതൊക്കെയാണ് കണ്ടെത്തുക. അപ്പോൾ ഏതൊക്കെയാണ് ശരിയാ? ഒന്നാമത്തെ എന്താ? തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ 6 വർഷത്തെ കാലാവധിയോ അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ. അത് തെറ്റാണ്. 6 വർഷമാണ് കാലാവധി. പക്ഷെ എന്തല്ല, 62 അല്ല, 65 വയസ്സാട്ടെ. എത്രയാ? 65 വയസ്സാണ്. പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാ? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും എന്താണ്? തുല്യ അധികാരവും തുല്യ ശമ്പളവുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. വയസ്സ് 65 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAGയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ CAGയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. 1, യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും ആകസ്മിക ഫണ്ടുകളിൽ നിന്ന് പൊതു അക്കൗണ്ടുകളിൽ നിന്നുമുള്ള എല്ലാ ചെലവുകളും CAG ഓഡിറ്റ് ചെയ്യും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും ആകസ്മിക ഫണ്ടുകളിൽ നിന്ന് പൊതു അക്കൗണ്ടുകളിൽ നിന്നുള്ള എല്ലാ ചെലവുകളും CAG ഓഡിറ്റ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ശരിയാണ്. ഗവൺമെന്റ് കമ്പനികളുടെ വരവ് ചെലവുകൾ സംബന്ധിച്ച് CAG ഓഡിറ്റ് ചെയ്യും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഗവൺമെന്റ് കമ്പനികളുടെ വരവ് ചെലവുകൾ സംബന്ധിച്ച് CAG ഓഡിറ്റ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. CAG ഓഫീസ് വഹിക്കുന്നത് 6 വർഷത്തെ കാലയളവിലേക്കോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. ഏതാണോ മുമ്പ് അതാണ്. അതായത് CAGയുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. അപ്പോൾ 4ാമത്തെ ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇത് വായിക്കുന്നില്ല. ഇനി 76ാമത്തെ ചോദ്യം, കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും പൊതുസേവനങ്ങളിലേക്ക് നിയമിക്കപ്പെട്ട വ്യക്തികളുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിന് പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ്? കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും പൊതുസേവനങ്ങളിലേക്ക് നിയമിക്കപ്പെട്ട വ്യക്തികളുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിന് പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. ഭാഗം 14 A ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞത് ഓൾറെഡി ഏതാ? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഇനി ഇ കോർട്ട് എന്ന പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷം മുതലാണ്? ഇ കോർട്ട് പദ്ധതി ഭാരതത്തിൽ ആരംഭിച്ചത് ഏത് വർഷം മുതലാണ്? ഏതാ? 2007 മുതൽ കേട്ടോ. ഏത് മുതലാ? 2007 മുതലാണ്. ഇനി PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാ? രാഷ്ട്രപതിക്ക് അല്ല കേട്ടോ. ആർക്കാ? രാഷ്ട്രപതിക്കാണ്. ഇനി കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാം? കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? ഓപ്ഷൻ എ ആണ്. നിതിൻ മധുകർ ജാംതർ. ആരാ? നിതിൻ മധുകർ ജാംതർ. കേരളത്തിന്റെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ആരാ? നിതിൻ മധുകർ ജാംതർ ആണ്.